സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എല്ലാം തന്നെ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ലാഭ നഷ്ടങ്ങൾ തീരുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലാഭവും നഷ്ടവും തമ്മിലുള്ള അനുപാതം കൃത്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരാൾക്ക്, ഒരു ട്രേഡറിന് എങ്ങനെ വലിയ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാം എന്നതിൻ്റെ മികച്ച ഒരു ഉദാഹരണം ഈ രീതിയിലല്ലാതെ മറ്റൊരു വിധത്തിൽ ഇത് കാണിച്ചു തരിക എന്നുള്ളത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. കാരണം വർഷങ്ങളെടുത്തുകൊണ്ട് മാത്രമേ ഈ ഒരു ഡാറ്റ പ്രാക്ടിക്കൽ ലൈഫിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. സോ അത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുക, മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന സംഭവങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രോഫിറ്റ് ക്യാപിറ്റലിൽ 25% ഗെയിൻ കിട്ടുന്നത് വരെയും ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് 3% ലാഭം അല്ലെങ്കിൽ 2% നഷ്ടം എന്നുള്ളതാണ്. ഒന്നുകിൽ നമുക്ക് 3% ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ 2% നഷ്ടം വന്നു കഴിഞ്ഞാലും ട്രേഡ് അവസാനിപ്പിക്കാം. അതാണ് ആദ്യത്തെ ക്യാപിറ്റലിൽ 25% വരെ ലാഭം കിട്ടുന്നത് വരെയുള്ള ഒരു സിസ്റ്റം. അതാണ് 25% ഗെയിൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപയുള്ള ഒരാൾക്ക് 1.25 ലക്ഷം രൂപയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് 3% ലോസ് അല്ലെങ്കിൽ 5% പ്രോഫിറ്റ് എന്ന രീതിയിലേക്ക് ആ സ്ട്രാറ്റജി മാറ്റാവുന്നതാണ്. സോ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ യാത്ര കുറേയും കൂടെ ഈസി ആയിരിക്കും. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ്, ഒരു ദിവസം നമ്മൾ പ്രോഫിറ്റബിൾ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോസ് ആണെങ്കിൽ ആവശ്യമില്ല. പ്രോഫിറ്റബിൾ ആണെങ്കിൽ 0.5% ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട്, 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിക്കുന്ന ഒരാൾ 500 രൂപ ഉപയോഗിച്ചിട്ട് ആ 500 രൂപ ഒരു ഫിക്സ്ഡ് അസറ്റാക്കി മാറ്റുക. അത് നിങ്ങൾക്ക് ETF വാങ്ങിക്കാം, അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങിക്കാം, എന്ത് തന്നെയായാലും 0.5% തത്തുല്യമായ രീതിയിലുള്ള ഫിക്സ്ഡ് അസറ്റുകളാക്കി അതിനെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ സംഭവങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലാകും. ഒരു ദിവസം 2% നഷ്ടം അല്ലെങ്കിൽ 3% ലാഭം, അതുപോലെ 0.5%. അന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ, ഒരു ദിവസം പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾ 0.5%, നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 0.5%, എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് വിഷയമേ അല്ല കേട്ടോ. 0.5% നിങ്ങൾ ഫിക്സ്ഡ് അസറ്റ് ആക്കിയിട്ട് മാറ്റുന്നു. ഇത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു, മറ്റൊന്നും ചെയ്യാനില്ല. ഒരു ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് 25% ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 5% ലാഭം അല്ലെങ്കിൽ 3% നഷ്ടം എന്ന രീതിയിൽ പോകാം. അല്ല, നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് 2% നഷ്ടം അല്ലെങ്കിൽ 3% ലാഭം, രണ്ടിലേത് കിട്ടിയാലും അവസാനിപ്പിക്കുക. ഇത് സ്റ്റോക്ക് ട്രേഡിങ്ങിലായിക്കോട്ടെ, ഇൻട്രാഡേ ട്രേഡിങ്ങിലായിക്കോട്ടെ, ഓപ്ഷൻസ് ആയിട്ട്, ഫ്യൂച്ചർ ആയിക്കോട്ടെ, എന്ത് തന്നെ ട്രേഡ് ചെയ്താലും ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകും, സക്സസ്ഫുൾ ആകും എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാനാണ് ആഗ്രഹിക്കുക. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഓരോ സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ എൻ്റർ ഇൻപുട്സ് ഹിയർ എന്നുള്ളത് ഓരോ ട്രേഡിലും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ്. നമ്മളുടെ ബ്രോക്കറേജ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര രൂപയാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. അതുപോലെ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയാണ് എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഡാറ്റാബേസിൽ രജിസ്റ്റർ ആവുകയും ചെയ്യും. സെക്കൻഡ് തിങ്, ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് ആണ് ഈ രണ്ടാമത്തെ കോളത്തിൽ കാണുന്നത്. ഒന്ന്, നിങ്ങൾ ഇന്നത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിവിടെ കാണിക്കും. അതുപോലെ P&L, പ്രോഫിറ്റ് ആണ് ലോസ് ആണ് എന്നുള്ളത് കാണിക്കും. വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. അതുപോലെ ഇന്നേ ദിവസം ട്രേഡ്, പ്രോഫിറ്റബിൾ ട്രേഡ് ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അസറ്റ് ഓട്ടോമാറ്റിക് 0.5% ഒരു അസറ്റ് ഇവിടെ എന്താ പറയുക, സോളിഡ് ആയിട്ട് സെറ്റാക്കി, അല്ലെങ്കിൽ അത് മാറ്റും അതിനെ ഓട്ടോമാറ്റിക്, അത് ഇവിടെ കാണിച്ചു തരുകയും ചെയ്യും. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണ് തൊട്ട് താഴെ കാണിച്ചു തരും. അതുപോലെ നിങ്ങൾ ഇതുവരെ എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഈ യെല്ലോ ബോക്സിനകത്ത് പല കളറിൽ അത് കാണിക്കും. നിങ്ങൾ ലോസിലേക്കാണ് പോകുന്നത്, റെഡിൽ കാണിക്കും, അല്ല പ്രോഫിറ്റിലേക്ക് പോകുമ്പോൾ ഗ്രീനിൽ കാണിക്കും. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ പെർഫോമൻസ് എന്നുള്ള ഈ ഒരു ബോക്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ് ഉള്ളത് എന്ന് കാണിക്കും. കറണ്ട് പോർട്ട്ഫോളിയോ വാല്യൂ, അതായത് ടോട്ടൽ നിങ്ങൾക്ക് വിഡ്രോവലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര കാശുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. അതേപോലെ നിങ്ങൾ എത്ര രൂപയാണ് ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയും. അതേപോലെ നിങ്ങൾ ടോട്ടൽ ഇതുവരെ എത്ര രൂപ വിഡ്രോ ചെയ്തു, ടോട്ടൽ നിങ്ങൾക്ക് ഈ ദിവസം 0.5% വെച്ചിട്ട് എത്ര രൂപ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. ഇവിടെ തൊട്ട് താഴെ മൈ പെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം, അതായത് നിങ്ങൾ നിക്ഷേപിച്ച
ഒക്കെയാണ് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ നഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ നിക്ഷേപിച്ച തുകയാണ്. അപ്പോൾ നിക്ഷേപിച്ച തുക മുഴുവനായി പിൻവലിക്കുന്നത് വരെയാണ് ഈ മൈ പെയിൻ എന്നുള്ള സംഭവം കാണിക്കുക. നമ്മൾ 10,000 രൂപ നിക്ഷേപിച്ചു, പ്രോഫിറ്റ് 10,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ പെയിൻ എന്നുള്ളത് 0 കാണിക്കും. ഇവിടെ എത്രയാണോ നിങ്ങൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിവിടെ ഒരു പെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടെൻഷനായിട്ട് നമുക്ക് കാണിക്കും. അതുപോലെ ആ നിക്ഷേപത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ വെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആസ്തി എത്രയുണ്ട് എന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. ദെൻ ഏറ്റവും താഴെ കാണുന്നത് ആവറേജ് ഒരു ദിവസത്തെ ട്രേഡ്. ഇത്രയും നാൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ദിവസം പ്രോഫിറ്റബിൾ ആണോ, ഒരു ആവറേജ് ഒരു ദിവസത്തെ ട്രേഡിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെയുള്ള. അതുപോലെ ടോട്ടൽ ഇതുവരെയും എത്ര ദിവസം ട്രേഡ്, എത്ര ദിവസം എന്നല്ല ഇവിടെ നമ്പർ ഓഫ് ട്രേഡ്സ് ആണ്. കാരണം ഒരു ദിവസത്തെ എൻഡ് ഓഫ് ദ ഡേ ആയിരിക്കും ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ദിവസത്തെ ട്രേഡുകളാണ് ഏകദേശം നമുക്കിവിടെ ഐഡിയ കിട്ടുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഈ താഴെ കാണുന്ന നീല ബോക്സിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് ഫോളോ ചെയ്ത് സിംപിളി അങ്ങ് പോകണം, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം വരും, എല്ലാ ദിവസവും പ്രോഫിറ്റ്, ഇത് മാനുവലി എൻ്റർ ചെയ്യുന്നതാണല്ലോ, എല്ലാ ദിവസവും പ്രോഫിറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റിലേക്ക് തന്നെയല്ലേ ട്രേഡ് പോകുള്ളൂ. നമുക്ക് അതിനൊരു പകരമായിട്ട് മറ്റൊരു കാര്യം ചെയ്യാം, ഒരു ദിവസം പ്രോഫിറ്റ് ഒരു ദിവസം ലോസ് എന്ന രീതിയിൽ ഇതിൽ പറയുന്ന എമൗണ്ടുകൾ എൻ്റർ ചെയ്ത് പോകാം. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മളോട് പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു ഫണ്ട് ആഡ് ചെയ്യാനാണ്. ഞാനിവിടെ ഒരു 10,000 റുപ്പീസ് ആഡ് ചെയ്യാം എളുപ്പത്തിനായിട്ട്. 10,000 റുപ്പീസ് ഞാൻ ക്യാപിറ്റൽ ഇവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ മാറിയത് കാണാൻ സാധിക്കുന്നു. ടോട്ടൽ ഇന്നത്തെ ടുഡേയ്സ് ആക്ടിവിറ്റീസിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് 10,000 റുപ്പീസ് ഡിപ്പോസിറ്റ് ചെയ്തു. PNL ഒന്നുമില്ല, അസറ്റ് ഒന്നുമില്ല. കറൻറ്റ് ക്യാപിറ്റൽ നമ്മൾ 10,000 ആണ് കാണുന്നത്. അതേപോലെ ഇപ്പോൾ 10,000-ൽ നിന്നും 10,000-ലേക്കുള്ള ഒരു യാത്രയാണ് നമ്മളുടെ ഇതിനകത്ത് കാണിച്ചത്. ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ബ്രേക്ക് ഈവൻ ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. കറൻറ്റ് പോർട്ട്ഫോളിയോ വാല്യൂ 10,000 ആണ്, ടോട്ടൽ ഇൻവെസ്റ്റഡ് 10,000 ആണ്. അതുപോലെ ഇപ്പോൾ എനിക്ക് ടോട്ടൽ എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് 10,000 രൂപ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ അത് എൻ്റെ ടെൻഷൻ തന്നെയാണ്. എനിക്ക് ഇതിനകത്തുള്ള സമ്പാദ്യവും 10,000 രൂപ തന്നെയാണ്. അതുകൊണ്ട് ലാഭമില്ല നഷ്ടമില്ല എങ്കിലും അത് ടെൻഷൻ തന്നെയാണ് അതിനകത്ത് കിടക്കുമ്പോൾ. സോ ആവറേജ് ഗെയിൻ എന്നുള്ളത് ഇവിടെ 0 ആണ്, കാരണം ട്രേഡ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സോ ഇവിടെ നമ്മൾ ഫണ്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ടുഡേയ്സ് PNL എന്നുള്ളടത്ത് അതായത് ഈ സിസ്റ്റം നമ്മളോട് ഇപ്പോൾ പറയുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 10,000 രൂപയുടെ ഒരു ട്രേഡ് എടുത്തിട്ട് ഞാൻ 270 രൂപയുടെ ഒരു പ്രോഫിറ്റ് ഫസ്റ്റ് എൻട്രി, നമുക്ക് പ്രോഫിറ്റിൽ പോകാം, അല്ലെങ്കിൽ ഫസ്റ്റ് എൻട്രി ഞാൻ 270 രൂപയുടെ നഷ്ടം ഉണ്ടാക്കി വെച്ചു. -270 ആണ് ഇന്നത്തെ എൻ്റെ ഗെയിൻ എന്ന് എഴുതുക. ഞാൻ എന്നിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്തപ്പോൾ മൊത്തം കളർ മാറിയല്ലേ. അതായത് 10,000 രൂപ ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ 9,730 രൂപ ബാക്കിയുള്ളൂ. 2.7% ലോസിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ടെൻഷൻ അതായത് എൻ്റെ പെയിൻ കൂടി വരികയാണ്. ആവറേജ് ഗെയിൻ എന്നുള്ളത് പെർ ട്രേഡിൽ 270 രൂപയുടെ നഷ്ടമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഒരു ദിവസത്തെ ട്രേഡ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഈ നീലയിൽ എഴുതി വെച്ചിരിക്കുന്നത് ചെറിയ പ്രോഫിറ്റുകൾ എടുക്കുക, നഷ്ടങ്ങൾ ഒഴിവാക്കുക. നഷ്ടം കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ചെറിയ സ്മോൾ പ്രോഫിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്താ പറയുക, എനിക്കൊരു 84 രൂപയുടെ ഒരു പ്രോഫിറ്റ് ഞാനത് ബുക്ക് ചെയ്തു. ഓക്കെ, വീണ്ടും അത് പറയുന്നത് വീണ്ടും ചെറിയ പ്രോഫിറ്റുകൾ ഞാനൊരു 30 രൂപയുടെ മൈനസ് ലോസ് ബുക്ക് ചെയ്തു. ഒരു 98 രൂപയുടെ പ്രോഫിറ്റ് എടുത്തു. വീണ്ടും ഒരു 114 രൂപയുടെ പ്രോഫിറ്റ് എടുത്തു. എഗെയിൻ 33 രൂപയുടെ ഒരു ലോസ് ബുക്ക് ചെയ്തു. വീണ്ടും ഞാൻ എന്താ പറയുക ഒരു സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഒരു 217 രൂപയുടെ പ്രോഫിറ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഇപ്പോൾ ഗ്രീനിലെത്തിയല്ലേ. ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും 16 രൂപ നഷ്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താ പറയുക കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക 1081 ഇവിടെ കാണുന്നുണ്ടാവും. പക്ഷെ മുകളിൽ ടോട്ടൽ ലോസ് എന്നുള്ളിടത്ത് ഒരു 16 രൂപയും കാണുന്നുണ്ടാവും. കാരണം അത് അസറ്റിലേക്ക് പോയത് കഴിഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ നമുക്ക് അസറ്റിൻ്റെ എമൗണ്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് വരില്ല. പക്ഷേ ഈ മൈ ജേണി എന്ന് പറയുന്നിടത്ത് ടോട്ടൽ നമ്മൾ ഉണ്ടാക്കിയതാണ് ഇവിടെ കാണിക്കുക. ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് കറൻറ്റ് പോർട്ട്ഫോളിയോയിൽ 9,935 രൂപയുടെ ഒരു ക്യാപിറ്റലാണ് നമ്മൾ 10,000 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതേസമയത്ത് വിഡ്രോവലൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ അസറ്റ് 145 രൂപ വന്നിട്ടുണ്ട്. 9,935 ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ലോസ് കാണുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഒരു 70 രൂപയുടെ ഒരു പ്രോഫിറ്റ് കൂടി ബുക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ, ടോട്ടൽ പ്രോഫിറ്റ് എനിക്കിപ്പോൾ 54 രൂപ പ്രോഫിറ്റിലുണ്ട്. എൻ്റെ അസറ്റ് മാറ്റി വെച്ചിട്ട് ട്രേഡിങ്ങിലുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ അസറ്റ് 195 രൂപക്കുള്ള അസറ്റ്, അത് നിഫ്റ്റി ബീസ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് റിസർവ് ആവാം, എന്തു തന്നെ ആയാലും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 10,000 രൂപ, അറ്റൻഷൻ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഓവറോൾ പോർട്ട്ഫോളിയോയിൽ എനിക്ക് 10,199 രൂപ, 10,200 തന്നെ പറയാം, 200 രൂപ കയറി നിൽക്കുകയാണ്. ആവറേജ് ഞാൻ 8 ട്രേഡുകളാണ്, 8 ദിവസത്തെ ട്രേഡിങ്ങിൽ എനിക്ക് 6 രൂപ 75 പൈസ വെച്ചാണ് ഒരു ട്രേഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. വളരെ വീക്കായിട്ടുള്ള ഒരു ട്രേഡറാണല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടോ, മേക്ക് എയ്തർ എ പ്രോഫിറ്റ് മോർ ദാൻ 300 ഓർ മാക്സിമം ലോസ് ഓഫ് 200. 200 രൂപ നഷ്ടം അല്ലെങ്കിൽ 300 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരു ലാഭവും നഷ്ടവും തിരിച്ചും മറിച്ചും കൊണ്ടു. അപ്പോൾ പ്രോഫിറ്റ് എന്നോട് പറയുന്നത് 300 രൂപ, ഞാൻ 300 രൂപയുടെ പ്രോഫിറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് 206 രൂപ നഷ്ടം അല്ലെങ്കിൽ 309 രൂപ പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ 206 രൂപയുടെ ലോസ് ഇവിടെ ബുക്ക് ചെയ്യാണ്, -206 ബുക്ക് ചെയ്തു. അപ്പോൾ എന്നോട് പറയുന്നു 304ൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ 203ൻ്റെ ലോസ്. ഒന്നുകിൽ 304 രൂപ പ്രോഫിറ്റ് എടുക്കണം അല്ലെങ്കിൽ 203 രൂപ നഷ്ടം നിർത്തണം എന്നാണ് പറയുന്നത്. സോ ഞാനിവിടെ നേരത്തെ നേരത്തെ ലോസ് എടുത്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും പ്രോഫിറ്റ് എടുക്കും. 304 ആണ് ലോസ്, പ്രോഫിറ്റ് എടുക്കാൻ പറയുന്നത്. വീണ്ടും 208 മൈനസ് ആണ്. അപ്പോൾ ഞാനിതൊന്ന് സ്പീഡാക്കിയിട്ട് കുറച്ചധികം ഡാറ്റ എൻ്റർ ചെയ്ത് ഒരു നെക്സ്റ്റ് ലെവൽ ഇൻസ്ട്രക്ഷൻ എവിടെ കിട്ടുന്നു അവിടെ വരെയും ഇതൊന്ന് സ്പീഡായിട്ട് കൊണ്ടുപോകാം. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വീണ്ടും സംസാരിച്ചു തുടങ്ങാം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കണ്ടോ, ഞാൻ കണ്ടിന്യൂസ്ലി ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇവിടെ എന്നോട് പറയാണ് ഇനി മുതൽ ശ്രദ്ധിക്കണം, ചെറിയ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യുക, ലോസ് കണ്ടു കഴിഞ്ഞാൽ ലോസ് പെട്ടെന്ന് ബുക്ക് ചെയ്യുക, ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്തിട്ട് ഒന്ന് റിക്കവർ ചെയ്യാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ 10,000 ആണ് ഇൻവെസ്റ്റ് ചെയ്ത് ഒന്നും വിഡ്രോ ചെയ്തിട്ടില്ല. കറൻറ്റ് പോർട്ട്ഫോളിയോ 9,973 രൂപ ക്യാഷ് ആയിട്ടുള്ളൂ. അസറ്റ് 500 രൂപയുടേത് ഇവിടെ കയറിയിട്ടുണ്ട്. പക്ഷേ അത് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ ഇത് എന്നോട് ലോസാണ് പറയുന്നത്, 27 രൂപ നഷ്ടമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ റിയാലിറ്റിയിൽ 500 രൂപ അവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെൽത്ത് ക്രിയേഷൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളത് മൈൻഡ് ചെയ്യാതെ വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പറയുന്നത്. സോ എന്നോട് പറയുന്നു 10,000 രൂപയിലെ താഴെയിലേക്ക് ക്യാപിറ്റൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്തിട്ട് തിരിച്ചു വരണം എന്നാണ്. പക്ഷേ ഞാൻ ഫർദർ ലോസ് തന്നെ ബുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി കുറേ ലോസ് ബുക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു ഇൻസ്ട്രക്ഷൻ വരുന്നത് വരെയും ഞാനൊന്ന് സ്പീഡിൽ പോകാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ ഒരു 29% ലോസ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ സിസ്റ്റം എന്നോട് പറയാണ് ഓക്കെ, നിങ്ങൾ 7 ദിവസം ബ്രേക്ക് ചെയ്യണം, ഇപ്പോൾ ട്രേഡ് ചെയ്യരുത്, ടേക്ക് എ ബ്രേക്ക്, റിലാക്സ് ആൻഡ് കം ബാക്ക് ആഫ്റ്റർ 7 days. ഓക്കെ, അപ്പോൾ 7 ദിവസം ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടാവും. മറ്റൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. 7,579 രൂപയാണ് നമ്മുടെ എന്താ പറയുക ഒരു ക്യാപിറ്റൽ ഉണ്ടാവുക. അപ്പോൾ അത് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യാണ്. വീണ്ടും നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ലോസ് തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ 59% ലോസ് ഉണ്ടാക്കി വെച്ചു. 10,000 രൂപയിൽ നിന്ന് 4,579 രൂപയിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. ലോസാണ് കംപ്ലീറ്റ് വന്നത്. നമുക്ക് ഈവൻ ഒരു 500 രൂപയുടെ അസറ്റ് ഉണ്ടായിട്ടുണ്ടാകും. ലോസ് ഉള്ള ദിവസങ്ങളിൽ ഇവിടെ എന്താ പറയുക അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല, 0.5% മാറ്റി വയ്ക്കുന്ന പരിപാടി ഉണ്ടാവില്ല. ലോസിൻ്റെ കൂടെ ഒരു ഇരട്ടടി ആവില്ലേ, അത് ക്യാപിറ്റൽ നല്ലപോലെ കുറയും. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. സോ ഇവിടെ എന്നോട് പറയുന്നത് ടേക്ക് എ ബ്രേക്ക്, ഇനി 30 ദിവസത്തേക്ക് ട്രേഡ് ചെയ്യരുത്. എന്താ പറയുക, ഇനി വരുമ്പോൾ 5,927 രൂപ ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ട് വേണം ഇനി വരാൻ വേണ്ടിയിട്ട് എന്നാണ് എന്നോട് പറയുന്നത്. സോ എനിക്ക് ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് 30 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അതെന്തിനാ 30 ദിവസം പറഞ്ഞാൽ നമ്മളെ മൈൻഡ് നോർമൽ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സോ 30 days കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് 5,927 രൂപ ക്യാപിറ്റൽ ആഡ് ചെയ്യണം. 5,927 രൂപയുടെ ക്യാപിറ്റൽ ഞാൻ ആഡ് ചെയ്തു.
സോ 10,506 രൂപയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ. സോ റിയാലിറ്റിയിൽ ഞാൻ 15,927 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ നല്ല ലോസ് വന്നു. സോ തിരിച്ച് കയറി വരണം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ സിസ്റ്റം എന്നോട് പറയുന്നത് ഇനി ഒന്നുകൂടെ റിലാക്സ് ചെയ്തിട്ട് 7 ഡേയ്സ് കഴിഞ്ഞ് വരാനാണ്. പക്ഷേ ഇനിയും 7 ഡേയ്സ് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ഒന്നുമില്ലാതായി പോകും. സോ ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ചെറിയ പ്രോഫിറ്റ് എടുത്ത് തിരിച്ച് വരികയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റിൽ ഒരു 150 രൂപയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഞാൻ കുറേശ്ശെയായിട്ട് 500 രൂപ, 250 രൂപ അങ്ങനെയായിട്ട് ഞാൻ കുറേശ്ശെയായി ബുക്ക് ചെയ്ത് വരികയാണ് പ്രോഫിറ്റ്. ഒരു ദിവസം ഞാൻ ബുക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ള ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ സമയത്ത് എനിക്കിവിടെ ഇതിൽ സിസ്റ്റം ഇൻസ്ട്രക്ഷൻ ഒന്നും തരില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ബ്രേക്ക് എടുത്ത് മാറി നിൽക്കേണ്ട ആളാണ്, ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എനിക്ക് ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇവിടെ എൻ്റെ മുന്നിലുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കിട്ടാവുന്ന മിനിമം പ്രോഫിറ്റ് എടുത്തിട്ട് ക്യാപിറ്റൽ മുമ്പുണ്ടായിരുന്ന അതേ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ടാസ്ക്കാണ് എൻ്റെ മുന്നിലുള്ളത്. സോ ഞാനിവിടെ വീണ്ടും 100, 50, 200, 500 ഒക്കെ എടുത്തിട്ട് അങ്ങനെ ക്യാപിറ്റൽ ആ മുമ്പുണ്ടായിരുന്ന എമൗണ്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, എൻ്റെ ക്യാപിറ്റൽ അപ്പോൾ ഞാൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ, അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിലേക്ക് തിരിച്ചെങ്ങനെയൊക്കെയോ ഞാൻ കയറി വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് സിസ്റ്റം എന്നോട് പറയുന്നത് ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് ഇതിനെ പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 150 രൂപയുടെ പ്രോഫിറ്റ് എടുത്തു, 250 എടുത്തു. അങ്ങനെ പതുക്കെ ഞാൻ കുറേ എമൗണ്ടുകൾ ആഡ് ചെയ്യുമ്പം അടുത്ത ഇൻസ്ട്രക്ഷൻസ് എനിക്ക് വന്നുകൊണ്ടേയിരിക്കും. 450 രൂപ, കാരണം 16,000 രൂപയുള്ള ഒരാൾക്ക് 500 രൂപയൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. എന്നാലും ചില സമയത്ത് ലോസ് വരാം കേട്ടോ. ഇപ്പോൾ എന്നോട് സിസ്റ്റം പറയുന്നത് എൻ്റെ ഇൻസ്ട്രക്ഷൻസ് മാറി. 487 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ 325 രൂപയുടെ ലോസ് ഉണ്ടാക്കണം. രണ്ടിലേതാണ് കിട്ടുന്നത് അവിടെ വെച്ച് നിർത്തുക എന്നുള്ളതാണ്. സോ ഞാനിവിടെ ഫസ്റ്റ് ഡേയിൽ 487 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് എഴുതുക. അപ്പോൾ സിസ്റ്റം വീണ്ടും എൻ്റെ ടാർഗറ്റ് മാറ്റി എന്നോട് പറയുന്നത് ഒന്നുകിൽ 502 രൂപയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ 334ൻ്റെ ലോസ്. ഞാൻ 334ൻ്റെ ലോസ് ഇവിടെ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ എന്നോട് പറയുകയാണ് 494 പ്രോഫിറ്റ് ഓർ 329 ലോസ്. നമ്മളെന്തായാലും ലോസിൻ്റെ സൈഡിലേക്ക് കുറേ പോയി കാര്യങ്ങൾ കണ്ടതാണ്. നമുക്ക് പ്രോഫിറ്റിലേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക നോക്കാം. ഞാനിവിടെ ഒരു 500 ഇപ്പോൾ പ്രോഫിറ്റ് എടുത്തു. അപ്പോൾ 507, 515 ഞാൻ പ്രോഫിറ്റ് എടുത്തു. 550 അപ്പോൾ എന്നോട് പറയുന്നത് 1779 ആക്കണം എന്നുള്ളത്. അതിൻ്റെ ക്യാപിറ്റൽ ഉള്ളത് 21,000 രൂപയാണ്. സോ പ്രോഫിറ്റ് 25% കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ. അപ്പോൾ 20 നമ്മളുടെ 15,927 ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് 5,754 നമ്മുടെ പ്രോഫിറ്റ്. അങ്ങനെ വരുമ്പോൾ എന്നോട് പറയുന്നു കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കണമെന്ന്. പോയാലും അവിടെ പ്രോഫിറ്റാണ് പോകുന്നത് എന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ 1,108 രൂപ പ്രോഫിറ്റ് എടുത്തു. അപ്പോൾ വീണ്ടും എന്നോട് പറയുന്നു 1,150 ഞാൻ പ്രോഫിറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ എന്നോട് പറഞ്ഞു 1,200 എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ വലിച്ചു മുകളിലോട്ട് 1,250 ഞാൻ പ്രോഫിറ്റ് എടുത്തു. അപ്പോൾ അത് എന്നോട് പറയുകയാണ് 1,313 എടുക്കാൻ ശ്രമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 788. ഈ ടൈമിൽ ഞാൻ 788 ലോസാണ് ബുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നോട് പറയുകയാണ് 1,280 പ്രോഫിറ്റ് അല്ലെങ്കിൽ 768 പ്രോഫിറ്റ്. വീണ്ടും ഞാൻ 768 ലോസാണ് ബുക്ക് ചെയ്തത്. സോ 1,242 രൂപ പ്രോഫിറ്റ് അല്ലെങ്കിൽ 745 ലോസ്, ഏതും നമുക്ക് ബുക്ക് ചെയ്യാം. 1280, 1,284 രൂപ ഞാൻ പ്രോഫിറ്റ് എടുത്തു. ഇനി എന്താണ് പറയുന്നത് നോക്കാം. 1,300, 1,475 രൂപ ഞാൻ പ്രോഫിറ്റ് എടുത്തു. നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു അതുകൊണ്ട്. ഓക്കെ, ഇതിങ്ങനെ പോയിട്ട് ഞാൻ പ്രോഫിറ്റ് തന്നെ എടുത്തിട്ട് കുറച്ചധികം പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്താണെന്നുള്ളത്. അതിനുശേഷം അടുത്ത ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ഞാൻ അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ഞാൻ 2,500 റുപ്പീസ് പ്രോഫിറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ഓവറോൾ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ എടുത്ത പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6.33%, 2,500 രൂപയാണ്. ക്യാപിറ്റലിൻ്റെ 6.33%ൻ്റെ ഒരു പ്രോഫിറ്റാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ ഞാൻ അസറ്റായിട്ട് 204 രൂപ 87 പൈസ ഒരു നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ 43,000 ആണുള്ളത്. അപ്പോൾ ഞാൻ 15,927 രൂപയിൽ നിന്നും 48,000 രൂപയിലേക്ക് കയറി വന്നിരിക്കുകയാണ്. എൻ്റെ ഓവറോൾ കപ്പാസിറ്റി അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 48,000 രൂപ എത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് വലിയ മാജിക് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ചെറിയ നമ്പേഴ്സ് കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് പോയി. കുറച്ച് ഒരു 25% പ്രോഫിറ്റ് കടന്നപ്പോൾ കുറച്ചൊരു ടാസ്ക് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 27,745 രൂപയാണ്. ദെൻ
അതായത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 174% പ്രോഫിറ്റ്. ഓക്കെ, ദെൻ ടോട്ടൽ നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് ഈ സമയം കൊണ്ട് നമ്മൾ 0.5% വെച്ച് നിക്ഷേപിച്ചിട്ട് 73 ദിവസം വെച്ച് പറയുകയാണെങ്കിൽ 73 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് 4557 രൂപയുടെ അസറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത് 15,927 രൂപ മാത്രമാണ്. സോ ആവറേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡിൽ 380 രൂപയുടെ പ്രോഫിറ്റ് വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇൻസ്ട്രക്ഷൻ നമുക്ക് മാറി വന്നത്. ഒന്നുകിൽ 2173 രൂപയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ 1304 രൂപയുടെ ലോസ് ഉണ്ടാക്കണം എന്ന് പറയാണ്. കൂടാതെ നമ്മുടെ ക്യാപിറ്റൽ നിന്നും 24,013 രൂപ വിഡ്രോ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് ആദ്യം അത് ചെയ്തേക്കാം. 24,013 രൂപയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഞാൻ വിഡ്രോ ചെയ്യാണ്. സോ സബ്മിറ്റ്. ഇവിടെ മൊത്തം പിക്ചർ മാറി കണ്ടോ. ഇപ്പോൾ കറന്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 19,659 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ വിഡ്രോ ചെയ്തത് 24,013 രൂപ ഇന്ന് വിഡ്രോ ചെയ്തു. ദെൻ പ്രോഫിറ്റ് 27,000 രൂപ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പെയിൻ മാറി, അതായത് നമ്മുടെ ടെൻഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 15,927 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് വിഡ്രോ ചെയ്തു. നമ്മുടെ ക്യാപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 47,229 നിൽക്കുകയാണ്. സോ സംഭവം അടിപൊളിയായിട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇനി എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഇനി നമുക്ക് പോസിറ്റീവ് സൈഡിലോട്ട് തന്നെ പോവുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മളൊരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് 983 രൂപയുടെ പ്രോഫിറ്റ് എടുക്കാനാണ്. ഞാൻ 1000 രൂപ പ്രോഫിറ്റ് എടുത്തു എന്ന് കരുതുക. എൻ്റെ ഇപ്പോൾ ഉള്ള കപ്പാസിറ്റി ഇതെന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ 20,000 19,600 ഉള്ളൂ. സോ 1000 രൂപ ഞാൻ അങ്ങനെയൊക്കെ എടുത്തു എന്ന് കരുതുക. ഇങ്ങനെ കുറച്ചധികം പ്രോഫിറ്റ് എടുത്തിട്ട് വീണ്ടും ഇൻസ്ട്രക്ഷൻ മാറുമ്പോൾ ഞാൻ പോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ഞാൻ എടുത്തത് 2,500, അതായത് 6.63% ഒരു പ്രോഫിറ്റാണ് എടുത്തത്. അതോടുകൂടി എൻ്റെ പോർട്ട്ഫോളിയോയുടെ സൈസ് 72,972 രൂപയായി മാറിയിട്ടുണ്ട്. ഓവറോൾ പോർട്ട്ഫോളിയോ അതിൽ ഓൾറെഡി ഞാൻ 24,000 വിഡ്രോ ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക 42,000 രൂപയുടെ ഒരു ക്യാപിറ്റലാണ് കയ്യിലുള്ളത്. മൊത്തം ഞാൻ ഈ 15,900 വെച്ച് ഉണ്ടാക്കിയ പ്രോഫിറ്റാണ് 50,000 രൂപയുടെ പ്രോഫിറ്റ്. സോ ഹ്യൂജ് ആയിട്ടുള്ള 320% ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഈ സമയത്ത് ഇൻസ്ട്രക്ഷൻ മാറിയിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ നമ്മളോട് പറയുന്നു എന്താ പറയുക, വിഡ്രോ 24,480 റുപ്പീസ് വിഡ്രോ ചെയ്യാനാണ് പറയുന്നത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് വിഡ്രോ ചെയ്യാം. 24,480 ഞാനത് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ എന്താ പറയുക ഓവറോൾ വിഡ്രോവൽ എന്ന് പറയുന്നത്, ടോട്ടൽ വിഡ്രോവൽ എന്ന് പറയുന്നത് 48,000 രൂപ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 15,900 ആണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെയുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരം പ്രോഫിറ്റ് ലോസിലേക്ക് പോയിട്ട് കൃത്യമായിട്ടും ഇത് മാത്രം ഫോളോ ചെയ്ത് പോകുന്ന ആൾക്ക് വളരെ കൂളായിട്ട് ഇതിൽ കൃത്യമായിട്ട് പറയുന്ന സമയത്ത് ഇത്ര രൂപ വിഡ്രോ ചെയ്യണം എന്നുള്ളത് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ നമ്മളെ മോഹിപ്പിക്കുന്ന പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുകയും ചെയ്യും. എന്നാൽ റിയാലിറ്റി മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് 921 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ 553 രൂപ ലോസ് ഉണ്ടാക്കുക. ഒരു സ്പൈക്ക് വന്നിട്ട് നമുക്ക് ഒരു 1,500 രൂപ മൈനസ് ആയി കഴിഞ്ഞാൽ അത് സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്യും. കാരണം അതിന് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളോട് പറയുകയാണ് ഒന്നുകിൽ 846 രൂപയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ 508 രൂപയുടെ ലോസ് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. സോ ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പം എന്താ പറയുക, നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ ഇതിനകത്ത് തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഈ ഒരു സിസ്റ്റം, ഈ ഒരു മണി മാനേജ്മെൻറ്റ് കൺസെപ്റ്റിനെ കുറിച്ച് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പലർക്കും ലൈവ് ക്ലാസ്, ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ഇത് സംസാരിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കാറുണ്ട്, ഇതൊക്കെ വർക്കൗട്ട് ആവുമോ എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഇത്രയും മെനക്കെട്ടിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഈ താഴെ കാണുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഉണ്ടാക്കേണ്ട പ്രോഫിറ്റ്, ഒരു ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ അതിന് ഒരു 5% പ്രോഫിറ്റ് അല്ലെങ്കിൽ 3% നഷ്ടം എന്ന രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു മാക്സിമം, നിങ്ങളുടെ കയ്യിലിപ്പോൾ എന്താ പറയുക ക്യാപിറ്റൽ 16,000 രൂപയുണ്ട്, 850 രൂപയുടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ 5% ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മെനക്കെട്ടാൻ നടക്കും. ഇനിയിപ്പോൾ അത് കിട്ടിയില്ല, 846 കിട്ടിയില്ല, നിങ്ങൾക്ക് 300 രൂപ മാത്രമേ, ഭയങ്കര ഒരു മാർക്കറ്റ് ശരിയല്ല എന്നൊരു പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ. നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്ന ഇൻസ്ട്രക്ഷനിൽ ഒരിക്കലും ലോസ് പലപ്പോഴും എത്താറുണ്ട്, പ്രോഫിറ്റ് എത്താൻ പറ്റുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും അത് ഓക്കെയാണ്, മുന്നോട്ട് പോകാൻ സാധിക്കും. കൃത്യമായിട്ട് അവിടെ പറഞ്ഞു തരും നമുക്ക് എങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ പറയുന്നത് 857 രൂപയുടെ പ്രോഫിറ്റ് എടുക്കാം, നമുക്ക് പക്ഷേ 257 രൂപയുടെ പ്രോഫിറ്റേ കിട്ടിയുള്ളൂ എന്ന് കരുതുക. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആ ലോസ് അതിൻ്റെ മാക്സിമത്തിലേക്കും പ്രോഫിറ്റ് ഒരിക്കലും മാക്സിമത്തിൽ എത്താത്ത അവസ്ഥയും ഉണ്ടാകരുത്. അങ്ങനെ വരുമ്പോൾ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റിലെത്തും. പക്ഷേ മിക്ക ആൾക്കാരും ചെയ്യുക, ലോസിൻ്റെ ലിമിറ്റ് പറഞ്ഞാൽ 522, ഇവിടെ ലോസ് പറഞ്ഞാൽ 522 തന്നെ കൊണ്ടുപോയി എത്തിക്കും. പക്ഷേ ടാർഗറ്റ് നിങ്ങൾ ധൈര്യത്തിൽ അവിടെ നിന്നിട്ട് ഈ ടാർഗറ്റിൽ മാത്രമേ എക്സിറ്റ് ആകാവൂ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പേടിച്ചിട്ട് 870 പറഞ്ഞാൽ 170 രൂപയിൽ എക്സിറ്റ് ആവും. പക്ഷേ ലോസ് ആണെങ്കിൽ 522 പറഞ്ഞാൽ 622 കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകരുത്. ഇതിനകത്ത് എന്താണ് പറയുന്നത്, രണ്ടിലേതെങ്കിലും ഒന്ന് കൃത്യമായിട്ടും അച്ചീവ് ചെയ്തിരിക്കണം. പ്രോഫിറ്റ് കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലോസ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു സിസ്റ്റമായിട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് വാണിംഗ് തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പോകുന്നത് താഴോട്ടാണ്, ഇതിങ്ങനെ കറക്ഷൻസ് ചെയ്യണം, ഇത്ര ക്യാപിറ്റൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ബ്രേക്ക് എടുക്കണം. കാരണം ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് ശരിയാവാൻ വേണ്ടിയിട്ടാണ്. മൈൻഡ് സെറ്റ് ശരിയല്ലെങ്കിൽ ലോസ് തന്നെ ഉണ്ടാക്കുള്ളൂ. സോ അതൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഇത് എന്ന് തോന്നുന്നു. സോ ഇവിടെ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആരും തന്നെ എൻ്റെ പുറകെ വരേണ്ട. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കോപ്പി ട്രേഡിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഏകദേശം 70ഓളം കമ്പനികളാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. ഭയങ്കരമായിട്ട് അന്ന് ഞങ്ങളുടെ കൊച്ചി ക്ലാസിൻ്റെ രജിസ്ട്രേഷൻ കൂടിയായിരുന്നു. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച് കളഞ്ഞു. കാരണം രജിസ്ട്രേഷൻ ഫോമിലൊക്കെ ഈ ഓരോ കമ്പനീസ് അവരുടെ സ്റ്റാഫ് വന്നിട്ട് പേര് രജിസ്റ്റർ ചെയ്ത, ഇപ്പോൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ക്ലാസ്സിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി വിളിക്കുമ്പോൾ അവർ സോഫ്റ്റ്വെയർ ചെയ്തു തരാമെന്ന് പറയുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് ആരെയും ഇത് അങ്ങനെ ഒരു പ്ലാനൊന്നും ഇതുവരെയും റെഡി ആയിട്ടില്ല. സോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നേരിട്ട് അറിയാവുന്ന ഏതെങ്കിലും കമ്പനികൾ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇതാണ് ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ കൃത്യമായ റിസ്ക് 1:1.5 അല്ലെങ്കിൽ 3:5 എന്നറിയാം, 3 നഷ്ടത്തിന് 5 ലാഭം എന്ന രീതിയിൽ 3 രൂപ നഷ്ടപ്പെടുമ്പോൾ 5 രൂപ ലാഭം കിട്ടിയാൽ മാത്രമേ ട്രേഡ് അവസാനിപ്പിക്കൂ എന്ന തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിന്ന് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. പ്രോഫിറ്റ് കുറഞ്ഞാലും ലോസ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിനകത്ത് ഈ ട്രേഡ് നമ്മൾ സ്വന്തമായി അനലൈസ് ചെയ്ത് എടുക്കുന്നവരാണ് പലപ്പോഴും. നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു വിശ്വാസം ഉണ്ടാവില്ല, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടാനും കൂടി ഈ ഒരു സിസ്റ്റം നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതായത് ഒന്നുകിൽ 3% നഷ്ടം അല്ലെങ്കിൽ 5% ലാഭം. ഒരു എക്സൽ ഷീറ്റിൽ ഇത് ഈ ഫോർമുല ഇതെല്ലാം ഞാൻ നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ ഡാറ്റയൊക്കെ. സോ 5% ലാഭം അല്ലെങ്കിൽ 3% നഷ്ടം എന്നുള്ളത് 25% ആയിക്കഴിഞ്ഞാലാണ് ഈ ഒരു ടാർഗറ്റ്. അല്ലെങ്കിൽ അതിന് മുൻപേ ആണെങ്കിൽ നിങ്ങൾ 3% പ്രോഫിറ്റ് അല്ലെങ്കിൽ 2% ലോസ് ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇനി നിങ്ങളുടെ ക്യാപിറ്റൽ നെഗറ്റീവിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ നിങ്ങൾ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് ലോസ് കണ്ട അപ്പം കട്ട് ചെയ്തേക്കുക. എന്നിട്ട് വീണ്ടും റീ എൻട്രിക്ക് നോക്കുക. ചെറിയ പ്രോഫിറ്റ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അതെടുക്കുക. വീണ്ടും അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്ത് അങ്ങനെ വളരെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടിയ ട്രേഡുകളിൽ എൻട്രി ചെയ്തിട്ട് അതിനെ തിരിച്ച് കൊണ്ടുവരിക. ഇതൊക്കെ പറയുമ്പോൾ കേൾക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ റിയൽ ലൈഫിൽ എന്താ പറയുക പേടിച്ച് നിൽക്കുന്ന ഒരു ട്രേഡർ അയാൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെൻറ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ സഹായം തേടിയിട്ട് നിങ്ങൾ തിരിച്ചു വരിക, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. ശേഷം പ്രോഫിറ്റിലായതിനു ശേഷം ഫർദർ പതുക്കെ ഇതേ രീതിയിൽ നിങ്ങൾ ട്രേഡുകൾ കൊണ്ടുപോവുക. അപ്പോൾ എന്തായാലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ 1 കോടി രൂപയിൽ എത്തിക്കുന്നത് വരെയും ടൈപ്പ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനതൊന്ന് ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട്, അതായത് 15,000 രൂപയിൽ നിന്നും 1 കോടി രൂപയിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്ന ഈ എമൗണ്ട് അടിച്ചുകൊണ്ട് തന്നെ പ്രോഫിറ്റ് സൈഡിലേക്ക് മാത്രമേ ഞാൻ അടിക്കുന്നുള്ളൂ. ലോസിലേക്ക് അടിക്കുന്നതിന് അനുസരിച്ച് പിന്നെ നമ്പർ ഓഫ് എൻട്രീസ് ഒരുപാട് കൂടും. അതുകൊണ്ടാണ് ഞാൻ പ്രോഫിറ്റ് സൈഡിലേക്ക് മാത്രം അടിച്ചിട്ട് ഇത് 1 കോടി രൂപയിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ എന്നുകൂടി കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
ഓക്കെ, എന്തായാലും ഞാൻ ഇത്രയധികം ഡാറ്റ എൻ്റർ ചെയ്തിട്ടും 1CR എന്നുള്ളത് ഇപ്പോൾ 4,18,559 എനിക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു യാത്ര ആരംഭിച്ചത് 15,927 നിന്നാണ്. അവിടെ നിന്ന് 4 ലക്ഷം രൂപയിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെ പോട്ടെ, നമുക്കതൊക്കെ വിട്ട് തള്ളിക്കളയാം, ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് 4 ലക്ഷം ഒന്നും പ്രോഫിറ്റ് എടുക്കാനൊന്നും പറ്റിയില്ല. 15,927 നമ്മൾ കുറേ നാൾ ട്രേഡ് ചെയ്തു. ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് 20,000 രൂപയാണ് ടോട്ടൽ. ഇത്രയൊക്കെ ട്രേഡ് ചെയ്ത് ബ്രോക്കറേജ് ഒക്കെ കൊടുത്തിട്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ ഒരു ചെറിയ കാര്യമാണ് ഈ ഒരു വീഡിയോയുടെ എൻ്റയർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇവിടെ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 16,145 രൂപയുടെ ഒരു നിക്ഷേപം. നമ്മൾ ഇതുവരെയും ട്രേഡിങ്ങിൽ നമ്മൾ പ്രോഫിറ്റിൽ ഉണ്ടാക്കിയിട്ടേ ഇല്ല, ലോസാണ് ഉണ്ടാക്കി. പക്ഷേ നമ്മൾ പ്രോഫിറ്റ് കിട്ടിയ ദിവസങ്ങളിൽ 1% വെച്ചിട്ട് 0.5%, അതായത് 10,000 രൂപയാണെങ്കിൽ 50 രൂപയുടെ ഒരു മൂവ്മെൻറ്റ്, അത് 1 ലക്ഷം രൂപയാകുമ്പോൾ 500 രൂപ എന്നുള്ള രീതിയിൽ നിക്ഷേപം നടത്തി ഏകദേശം നമ്മൾ 145 ട്രേഡുകൾ ചെയ്തപ്പോൾ അതിനകത്ത് കുറേ ദിവസം ലോസ് ഉണ്ടായിരുന്നു. പ്രോഫിറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ 0.5% വെച്ച് മാറ്റി വെച്ചപ്പോൾ ഈ ഒരു 145 ദിവസം കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മൾ ബാലൻസ് ഒന്നുമില്ല. 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ 200 രൂപ ലോസ് വന്നിട്ട് മൊത്തം പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവാതെ ഇപ്പോഴും സൈഡിലൂടെ അസറ്റായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. സോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ സിപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു പവറാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. സോ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾ ഡെയിലി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നത് ഒരിക്കലും ഒരു വലിയ സംഭവമല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ 100% ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും, ചിലപ്പം 100% മൈനസ് ആവാനും സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു ദിവസത്തിൽ പ്രോഫിറ്റ് ആയാലും നഷ്ടമായാലും ലാഭമായാലും നിങ്ങൾ 0.5% വെച്ചിട്ടെങ്കിലും, ഞാൻ എല്ലാവരോടും പറയാറുള്ളത് 1% മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 0.5% വെച്ചിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ അന്ന് ഉണ്ടായിരുന്നത് 1 ലക്ഷം രൂപയാണെങ്കിൽ അതിന് 500 രൂപ, നഷ്ടമായിക്കോട്ടെ ലാഭമായിക്കോട്ടെ, 500 രൂപ ETF വാങ്ങിച്ചിടുക, അല്ലെങ്കിൽ ഗോൾഡ് ബീസ്, നിഫ്റ്റി ബീസ്, ഫാർമ ബീസ്, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് അത് മാറ്റിയിടുക. സോ പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഒരു വർഷമൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പം ചില ദിവസങ്ങൾ വാഷ് ഔട്ടായി പോയേക്കാം. ഒരു ദിവസം നിങ്ങൾ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ക്യാപിറ്റൽ. പക്ഷേ ഇങ്ങനെ വാങ്ങിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു മുതൽക്കൂട്ടായിട്ട് അവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, നമ്മുടെയുള്ള ക്യാപിറ്റലിൻ്റെ 10% വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിന് പോകുന്നത്. ടോട്ടൽ 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിന് പോകേണ്ടത്. ബാക്കിയെല്ലാം തന്നെ നിങ്ങൾ സ്ഥിര നിക്ഷേപങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടാവണം. സ്വിംഗ് ട്രേഡുകളാവാം, സ്റ്റോക്കിൽ ഉള്ള സ്വിംഗ് ട്രേഡുകളാകാം, അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളാകാം, അല്ലെങ്കിൽ ബോണ്ട്, അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, അങ്ങനെയുള്ള സംഭവം ETF-കളിലൊക്കെ നിക്ഷേപിക്കുന്നതും ആകാം. ഒരിക്കലും മുഴുവൻ ക്യാപിറ്റലിൻ്റെ പകുതിയൊന്നും എടുത്തിട്ട് ഇൻട്രാഡേ ട്രേഡിംഗ്, എസ്പെഷ്യലി ഓപ്ഷൻ ട്രേഡിങ്ങിൽ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ക്യാപിറ്റലിൻ്റെ 10% മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഏറ്റവും റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് ഓപ്ഷൻ ട്രേഡിങ്. ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ ക്യാപിറ്റൽ വേണം. അപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ 10% മാത്രമേ ഇതിനെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ സിപ്പ് ചെയ്യാൻ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ആ രീതിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുക. ഇവിടെ ഇപ്പോൾ എന്നോട് പറയുന്നത് ഈ സിസ്റ്റം 28,655 രൂപ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനത് വിഡ്രോ ചെയ്തേക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ 41 28 പോയാൽ 12,500 രൂപയാണ് ഇനി എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളത് ഈ ഒരു ട്രേഡിങ്ങിൽ. പക്ഷേ ഇതിനകത്ത് മൊത്തം ഞാൻ വിഡ്രോ ചെയ്ത് നോക്കുകയാണെങ്കിൽ 3,89,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ രീതിയുടെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഇമോഷണൽ ട്രേഡ് വന്നു, എനിക്ക് വരാവുന്ന മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കറൻറ്റ് ക്യാപിറ്റലാണ് 12,500 രൂപയാണ്. അതിലാണ് ഞാൻ മാക്സിമം ലോസ് പോവുക. എനിക്ക് വരാവുന്ന മാക്സിമം ലോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇടയിലിടയിൽ ഇവിടെ ഇങ്ങനെ വിഡ്രോ ചെയ്യാൻ മെസ്സേജ് കാണിച്ചുകൊണ്ട് ഞാൻ വിഡ്രോ ചെയ്യാതെ വീണ്ടും ടൈപ്പ് ചെയ്യുമ്പോൾ വലിയ വലിയ എമൗണ്ടുകൾ വിഡ്രോ ചെയ്യാൻ എന്നെ പുഷ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പുഷ് ചെയ്യുന്നത്, നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമോഷണൽ ട്രേഡ്, ഇൻട്രാഡേ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ വരുന്ന ഏറ്റവും വലിയൊരു അപകടമാണ് ഇമോഷണൽ ട്രേഡ്. ഒറ്റയടിക്ക് വാഷ് ഔട്ടായി കളയും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടയിലിടയിൽ നമ്മളോട് ഒരു അത്യാവശ്യം ഫണ്ടാകുമ്പോൾ നമ്മളോട് പറയും ഇത്ര രൂപ വിഡ്രോ ചെയ്യുന്ന വിഡ്രോ ചെയ്ത് അങ്ങ് മാറ്റി വെച്ചതുകൊണ്ട് 3 ലക്ഷത്തി, ഇപ്പം ഈ ട്രേഡ് റിയാലിറ്റിയിൽ ഇങ്ങനെ ഒരു ട്രേഡ് നടന്നിട്ടുണ്ടെങ്കിൽ 3,89,000 രൂപ സൈഡിൽ മാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ടാവും. 16,000 രൂപയോളം, അതായത് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അത്രയും തന്നെ നമ്മുടെ സോളിഡ് അസറ്റായിട്ട് വന്നിട്ട് ക്യാഷ് ആവാം, എന്ത് തന്നെ ആയാലും ETF ആവാം, എന്തായാലും. അതുപോലെ അത്യാവശ്യം ചെറിയ ട്രേഡുകൾ ഇപ്പം നിങ്ങൾ വരുന്നുണ്ട് 4 ലക്ഷം രൂപയൊക്കെ കയ്യിൽ വെച്ചിട്ട് 12,000 രൂപയ്ക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ളത്.
12,000 രൂപക്ക് ട്രേഡ് ചെയ്താലും 1,00,000 രൂപക്ക് ചെയ്താലും 10 ലക്ഷത്തിന് ചെയ്താലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇമോഷണലി നിങ്ങൾ കൺട്രോൾഡ് ആണ്, നല്ല സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ടായാലും കുഴപ്പമില്ല. അതല്ല നിങ്ങളൊരു ശരാശരി മനുഷ്യനാണെങ്കിൽ ക്യാപിറ്റൽ കുറവ് വയ്ക്കുന്നതായിരിക്കും ഇമോഷണൽ ട്രേഡ് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത്. എന്തായാലും ഇത് ഒരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ കൺസെപ്റ്റ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് ഞാൻ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളുടെ ക്യാപിറ്റൽ എത്ര രൂപ ക്യാപിറ്റലായാലും നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ദിവസം നിങ്ങൾ ക്യാപിറ്റലിൻ്റെ 0.5% മാറ്റിവെക്കുക. അത് ETF-ലേക്ക് അങ്ങോട്ട് ഡെയിലി 0.5%. ഓക്കെ, പ്രോഫിറ്റ് കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രം ചെയ്താൽ മതി. 0.5%. എത്രയാണോ ക്യാപിറ്റൽ അതിൻ്റെ 0.5%. സെക്കൻഡ് തിങ്, ഒരു ദിവസം നിങ്ങൾ 3% ലാഭം അല്ലെങ്കിൽ 2% നഷ്ടം എന്ന രീതിയിലേക്ക് നിങ്ങളുടെ ട്രേഡുകളെ ലിമിറ്റ് ചെയ്യുക, പരിമിതപ്പെടുത്തുക. ഒരുപാട് 3% എന്നല്ല, 1,00,000 രൂപയുള്ളവർക്ക് 3,000 രൂപയാണ്. 1,00,000 രൂപ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു 5,000 രൂപയൊക്കെ എടുക്കാൻ വേണ്ടി നല്ല മൂവിങ് ഉള്ള ദിവസങ്ങളിൽ 5,000, 8,000 ഒക്കെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ 3,000-ൽ ലിമിറ്റ് ചെയ്യുക. അങ്ങനെ പതുക്കെ, അല്ലെങ്കിൽ ലോസിലോട്ടാണ് പോകുന്നത് 2,000 രൂപയിൽ ലോസിൽ അവസാനിപ്പിക്കുക. അങ്ങനെ നിങ്ങളൊരു 1,00,000 രൂപ ക്യാപിറ്റൽ ഉള്ളത് 1.25 ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് 10% പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 6% നഷ്ടം എന്ന രീതിയിലേക്ക്. 10% പ്രോഫിറ്റ് ഒറ്റ ട്രേഡിൽ കിട്ടണം എന്ന് വാശി പിടിക്കരുത്. അപ്പോൾ നിങ്ങൾ 3 ട്രേഡുകൾ എടുക്കേണ്ടി വരും. ആദ്യം നിങ്ങൾ 2,000 രൂപ ലോസ് വെച്ചത് ഇപ്പോൾ 6,000 രൂപയാണ് ലോസ്. അപ്പോൾ 3 ട്രേഡിൽ 6,000 രൂപ കൊണ്ടുപോയി കളയുക എന്ന പോളിസി എടുക്കുക. അങ്ങനെ പൊസിഷൻ സൈസ് കറക്റ്റ് ചെയ്തിട്ട് വലിയ നഷ്ടം വരാത്ത രീതിയിൽ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്തെടുത്ത് അതേസമയത്ത് 0.5% വെച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ETF-ലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. പ്രോഫിറ്റ് കൃത്യമായ രീതിയിൽ ക്യാപിറ്റൽ വിഡ്രോവൽ ഉറപ്പാക്കുക. ഇമോഷണൽ ട്രേഡിങ്ങിന് ഒരു അവസരം, ഇൻ കേസ് ഒരു ഔട്ട് ഓഫ് കൺട്രോൾ സിറ്റുവേഷൻ വന്നാലും ലോസ് നിയന്ത്രിക്കാൻ വേണ്ടി ക്യാപിറ്റൽ വിഡ്രോവൽ നിങ്ങളെ സഹായിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.